യൂറോ 1 സൈലൻസർ ഒറിജിനൽ ഹീറോ ഹോണ്ട കമ്പനി വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCL ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ അകത്ത് ഈ രണ്ട് സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ച് നോക്കുകയോ ഈ രണ്ട് സൈഡും കുറേ നാൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ അളിയൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബൈക്ക് വാങ്ങാൻ പോയി. അപ്പോൾ ബൈക്ക് വാങ്ങാൻ പോയപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഒരു ബൈക്ക് വാങ്ങുമ്പോൾ ബേസിക്കായിട്ടും പ്രോ ലെവലായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത്. എൻ്റെ അളിയനൊരു സ്പ്ലെൻഡറിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അവന് നല്ല കാര്യങ്ങൾ ഇതിനെപ്പറ്റി നല്ല അറിവൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഹായ് ഗൈസ്. അപ്പം നമ്മൾ ബേസിക്കായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളതിൽ ഒരു ഡീലറിൻ്റെ കയ്യിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇപ്പം സ്പ്ലെൻഡറിന് ഇച്ചിരി ഫാൻ ബേസ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെല്ലാം സ്പ്ലെൻഡർ കൂടുതലെടുക്കും. അപ്പോൾ അതിലൊരു ലൈസൻസ് കിട്ടി ഒരു എൻട്രി ലെവൽ രീതിയിൽ ലൈസൻസ് കിട്ടിയിട്ട് ഉടനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പൈസ കളക്ട് ചെയ്ത്, ഞാനും അങ്ങനെ ആയിരുന്നു, പൈസ കളക്ട് ചെയ്ത് നമ്മളൊരു സ്പ്ലെൻഡർ എടുക്കാൻ പോകും. അപ്പം നമ്മളൊരു ഡീലറിൻ്റെ കയ്യിൽ ചെല്ലുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്കൊരു ഗൈഡൻസ് കിട്ടത്തില്ല. എങ്ങനെ എടുക്കണം, വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ വണ്ടിയുടെ പെയിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും, ഡീലർ പറയുന്ന കാര്യവും വിചാരിച്ച് നമുക്കപ്പോൾ ഒരു ആഗ്രഹവും കാണും. അപ്പോൾ ഈ ആഗ്രഹം നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റുകൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്കത് ക്ലിയർ ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാം. മിക്കവരും ഈ സ്പ്ലെൻഡറൊക്കെ എടുക്കുന്നവർ മിക്കവരും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും പിന്നെ അങ്ങനെ ഒരു പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് ഫണ്ടൊക്കെ കിട്ടുന്നവരായിരിക്കും. അപ്പോൾ അവരിത് പണിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് എന്തോ ആവും, അവരുടെ ബഡ്ജറ്റിലും അപ്പുറമാവും കാര്യങ്ങൾ, അങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം മെയിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. അത് ബേസിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതും മേജർ ഇഷ്യൂസ് എന്തെല്ലാം വരാം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, അതെങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. വീലിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർക്കിൻ്റെ ബയറിങ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ബയറിങ് ഷെയ്ക്ക് കാണും മിക്ക വണ്ടികൾക്കും. അപ്പോൾ ഷെയ്ക്കിങ് വരുമ്പം ബയറിങ് മാറിയ ക്ലിയർ ആവുന്ന ഇഷ്യൂ ഉണ്ട്, റിമ്മിൻ്റെ അകം തേഞ്ഞു പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ബയറിങ് ഫുള്ള് ഷെയ്ക്ക് വരും. അപ്പോൾ നമ്മളത് രണ്ട് കാര്യമേ ഉള്ളൂ. ഇപ്പോൾ റിമ്മിന് വലിയ കോസ്റ്റ് വരത്തില്ല, സെക്കൻഡ് ഇട്ടാലും വലിയ കോസ്റ്റ് വരത്തില്ല, നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർക്കിൻ്റെ അവിടുത്തെ ഇത് ഡാമേജ് ഉണ്ടോ, ഫോർക്കിൻ്റെ അവിടെ ഡാമേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർക്ക് ട്യൂബ് മാറണം, ഫോർക്ക് ഓയിൽ സീൽ മാറണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഫോർക്കിൻ്റെ അവിടെ, ഇതൊരു മേജർ ഇഷ്യൂ ആണ്. ഇതിന് കോസ്റ്റ് വരുന്നതാണ്, മെക്കാനിക്കൽ ചാർജും കൂടുതലാണ്. അത് രണ്ടാമത്തെ ഇഷ്യൂ. മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെറ്റിൻ്റെ അവിടെ ടീ സ്റ്റമ്പ് വരുന്ന ഭാഗം, ഇവിടെ ബെൻഡ് വന്നാലോ അല്ലെങ്കിൽ ഇവിടെ ഷെയ്ക്ക് വന്നാലോ, അതുപോലെ ഈ റാഡിന് ചെറിയ ബെൻഡ് വന്നാൽ പോലും നിങ്ങൾക്ക് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. ഒരു മൂന്നാമത്തെ ഇഷ്യൂ ആണ്. പിന്നുള്ളത് എന്ന് പറയുമ്പം വൈസർ ഹെഡ്ലൈറ്റ്. ബീതയിലിരിക്കുന്ന ഒരു ഓൾഡ് ടൈപ്പ് ഹെഡ്ലൈറ്റാണ്, പഴയ മോഡൽ ഹെഡ്ലൈറ്റ്. ഇപ്പം എല്ലാവരും എടുക്കുന്നൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. അപ്പം ഇത് കുഴപ്പമില്ല, ഇതിന് ഇഷ്യൂ ഇല്ല. പഴയ വണ്ടി ഇത് യൂസ് ചെയ്യുന്നുള്ളവർ ഇതിനകത്ത് റെസ്റ്റ് വരും എന്നുള്ള പ്രോബ്ലമേ ഉള്ളൂ, വലിയ കോസ്റ്റ് ഇല്ല. വൈസറും അതുപോലെ തന്നെ വലിയ കോസ്റ്റ് ഇല്ല, അത് നമുക്ക് ശ്രദ്ധിച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നുള്ളൊരു മേജർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലെൻഡറിൻ്റെ ചേസ് നമ്പർ വരുന്ന ഇവിടെയാണ്. ചേസ് നമ്പർ വരുന്നത് മിക്ക വണ്ടികൾക്കും ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്. ഈ നമ്മുടെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും ഉരഞ്ഞ് ചേസ് നമ്പർ മാഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഏത് വണ്ടി എടുക്കുമ്പോഴും എന്ത് ശ്രദ്ധിക്കണം, ചേസ് നമ്പരും എൻജിൻ നമ്പരും പ്രോപ്പറായിട്ട് അത് നോക്കിയിട്ട് മാത്രമേ എടുക്കാവൂ. ബുക്കിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എടുക്കാവൂ. അതൊരു മെയിൻ പോയിൻ്റാണ്. പിന്നുള്ളത് നമ്മൾ ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് വരാം. ഇപ്പോൾ ഇത് മീറ്റർ കൺസോളിൽ മീറ്റർ വർക്കാവുന്നത് അത് വലിയ കോസ്റ്റ് വരുന്ന കാര്യമല്ല നമുക്ക് മീറ്ററിന്. അതൊന്നും ഒരു മേജർ ഇഷ്യൂ ആയിട്ട് നമുക്ക് എടുക്കണ്ട. പിന്നുള്ളത് ഹാൻഡിലിൻ്റെ ബെൻഡ് നമ്മുടെ ഹാൻഡിലിങ്ങിനെ തന്നെ ബാധിക്കും. അതൊരു മേജർ ഇഷ്യൂ ആണ്. ഈ കോൺസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് മെയിനായിട്ട് ഈ ഹാൻഡിലിന് വെട്ടൽ കാണിക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിലിന് ബെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസിങ് ഇഷ്യൂ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വണ്ടി എടുക്കുമ്പോൾ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീ ഇപ്പം എങ്ങനെയാലും ഈ കീ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർ കീ അല്ല, ഇത് കണ്ടോ, ഇതിൻ്റെ പ്രോപ്പർ കീ അല്ല. ഇതിപ്പോൾ കീ ഓൺ ആക്കിയിട്ട് നമുക്കിത് ഊരിയെടുക്കാം. കീ സെറ്റ് മാറുന്നതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന് 4 ബോൾട്ട് വരും ഈ ഹാൻഡിൽ സ്റ്റേക്ക്. ഈ 4 ബോൾട്ട് വരുന്നതും പ്രോപ്പറായിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് ടൈറ്റാണോ എല്ലാം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അതുള്ള കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡിൽ ബാർ സ്വിച്ചസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് ടേൺ ആവുന്നുണ്ടോ, ഹോണിൻ്റെ സ്വിച്ച് വർക്ക് ആവുന്നുണ്ടോ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൻ്റെ സ്റ്റേ ഒക്കെ കറക്റ്റ്. അതിന് വലിയ കോസ്റ്റ് വരുന്നതല്ല, എന്നാലും നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ബുഷിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇത് കണ്ടോ, ഈ ഹാൻഡിൽ ബാർ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുഷ് ചെറിയ വിലയുള്ളൂ. പക്ഷേ ഈ ബുഷ് കണ്ടോ, ഈ ബുഷ് കാരണം നമുക്കിപ്പം ഹാൻഡിലിൻ്റെ ഒരു ഷേക്കിങ് കണ്ടോ, ഇത് നമ്മുടെ ഹാൻഡ്ലിങ്ങിനെ തന്നെ, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡ്ലിങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്ത് ഇതൊരു മേജർ ഇഷ്യൂ ആണ്. പക്ഷേ ചെറിയ പൈസ വരുന്നുള്ളൂ, പക്ഷേ ഇതൊരു മേജർ ഇഷ്യൂ ആണ്. ഇത് നോക്കണം, നമ്മൾ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് അത് മാറിക്കൊടുക്കണം. ഈ ഒരു ഷേക്കിങ് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് പ്രോപ്പറായിട്ട് മാറിക്കൊടുക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റായിട്ട് ഈ ചെറിയ ഹബ്ബ് വരുമ്പം ഇതിൻ്റെ ചില ഈ കേസ് കണ്ടു, ഇതിപ്പം ഇതൊരു പ്രോപ്പറായിട്ടൊരു മെക്കാനിക്ക് ഇത് സ്ക്രൂ അയച്ചെടുത്തത് പ്രോപ്പറായിട്ടല്ല. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ ലാഗും ഈ പ്ലേയും ഈ സ്ക്രൂ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി അഴിച്ചേക്കുക. അപ്പോൾ ഈ ഹബ്ബ് മൊത്തത്തിൽ ഇതിൻ്റെ അകം നമുക്ക് ഇതായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊരു പ്രോപ്പറായിട്ട് ഒരു സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഈ പെയിൻറ്റിങ്, നമ്മളൊരു ഡീലറിൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഈ പെയിൻറ്റിങ് ശ്രദ്ധിച്ചോ, ഇതൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള പെയിൻറ്റിങ്ങേ അല്ല. മനസ്സിലായോ? ഈ പെയിൻറ്റിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വിട്ടേക്കുക. പിന്നെ ഈ പഴയ സ്പ്ലെൻഡറിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മിക്ക വണ്ടികളിൽ റിമ്മായിരിക്കും വരുന്നത്. അപ്പോൾ റിമ്മ് വരുമ്പം ഇപ്പം ചില വണ്ടികളിൽ, ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഒരു കേസ് കാണിച്ചു തരാം. ഇവിടുന്ന് ഇപ്പം ഇങ്ങനെ ഹോളുണ്ട്, ഇങ്ങനെ ചെറിയ പൊട്ടലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ഔട്ടർ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ഇന്നറിൽ ഇതിൻ്റെ നല്ല രീതിയിൽ തുരുമ്പ് കാണും. അപ്പോൾ അവർ പറയും ജസ്റ്റ് ആക്രിക്കടയിൽ പോയാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഇന്നർ അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായി. കാരണം ഞാൻ ഇതുപോലെ ഒരിടത്ത് പോയിട്ട് വന്നപ്പം നൈറ്റ് എനിക്ക് ഇതുപോലെ എൻ്റെ പഴയ വണ്ടിയിൽ ഇതുപോലെ എനിക്കൊരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡബിൾസ് വെച്ചുകൊണ്ടാണ് പോയത്. ബാക്കിലത്തെ റിമ്മുമായിരുന്നു. അപ്പോൾ എന്താ പറ്റിയത് കറക്റ്റ്, അപ്പോൾ എനിക്കിതുപോലെ രാത്രി ടയർ പഞ്ചറായി. അപ്പോൾ ഞാൻ ആരും ഒട്ടിക്കുന്നവരില്ല, ഒന്നുമില്ല. അപ്പോൾ മാക്സിമം നമ്മൾ തുരുമ്പില്ലാത്ത എടുക്കുകയെന്നല്ല, എൻ്റെ ഓപ്ഷനിൽ നല്ല രീതിയിൽ ട്യൂബ്ലെസ് ടയർ ആക്കുന്നതാണ് ബെസ്റ്റ്. അലോയിലൊക്കെ നമ്മൾ സ്ക്രാപ്പിൽ പോയി എടുക്കുമ്പോൾ വലിയ പൈസ ആകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അത് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇത് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രം എടുക്കുക. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മെയിൻ വയറിംഗ് കിറ്റ്. ഇത് കണ്ടോ, ഇതിനൊരു പ്രോപ്പർ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടോ, ചുമ്മാ എവിടെ നിന്നോ കുറച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. പ്രോപ്പറായിട്ട് വരുന്ന കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫുൾ കോട്ടിങ് വരും കമ്പനിയിൽ നിന്ന്. ഈ കോട്ടിങ് പൊട്ടുന്നതിനനുസരിച്ച് എന്ത് പറ്റും, നമ്മുടെ വയർ അവിടെ ഇവിടെയും ഒരഞ്ഞ് ഇതിൽ നമ്മൾ ചെറിയ ക്രാക്ക് ഉണ്ടാവും. മനസ്സിലായോ? ഇതിലൊക്കെ ക്രാക്ക് ഉണ്ടായി. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മേജർ ക്രാക്കുകളാണ് വണ്ടിയിൽ. ഈ ക്രാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വയറിങ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഇഷ്യൂ ആണ്. അത് നമുക്ക് വലിയ പൈസ ഒന്നും ആവത്തില്ല, പക്ഷേ അതൊരു മെയിൻ ഇഷ്യൂ ആണ്. നമ്മളൊരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പം അതൊരു മെയിൻ ഇഷ്യൂ ആണ്, വയറിങ് ഇഷ്യൂ. നമ്മളത്രയും ഇത് ചെയ്യും അങ്ങനെ. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് കാർഡ്. ഈ ക്രാഷ് കാർഡിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്ക്. ഈ ക്രാഷ് കാർഡ് അവർ സെൽഫായിട്ട് പെയിൻറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ചൊക്കെ റെസ്റ്റായിട്ട് കുറച്ചൊക്കെ ബെൻഡായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ ക്രാഷ് കാർഡിന് വലിയ വിലയില്ല, അത് നമുക്ക് മാറ്റാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ക്രാഷ് കാർഡ് ഇതൊക്കെ നമ്മൾ നോക്കണം. ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് ഇതൊക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും. പിന്നുള്ളത് ടാങ്കിനകത്ത് വരുമ്പം നമ്മൾ ഫസ്റ്റ് നമ്മളിത് തുറന്ന് നോക്കണം. ഇത് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇത് വേറെ മാറിയൊക്കെ ചെയ്യാം. ചില വണ്ടികൾക്ക് കാണും, ചില വണ്ടികൾക്ക് കോമൺ മോസ്റ്റ് വണ്ടികൾക്കൊന്നും കീ മാറത്തില്ല. ഇത് സെക്കൻഡ് മാറി. ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇതിനകത്ത് ഈ ടോപ്പിലൊന്നും റെസ്റ്റ് കാണത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പെട്രോൾ വീഴുന്ന സ്ഥലമായി ടോപ്പ്. നമ്മളെപ്പോഴും നോക്കുന്ന ഒരു ഭാഗമായിട്ട് ടോപ്പിലങ്ങ് റെസ്റ്റ് കാണത്തില്ല.
ഇതിൻ്റെ അകത്ത് ഈ 2 സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ച് നോക്കുകയോ ഈ 2 സൈഡും ഈ 2 വാളുകളുണ്ട്. ഇതിൻ്റെ താഴെ ഒരു യു ഷേപ്പിൽ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കണം. അവിടെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് എന്താണ് അത് കറക്റ്റ് നമുക്ക് കിട്ടും. അവിടെ നോക്കുമ്പോൾ നമുക്ക് ടാങ്കിൽ തുരുമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കിട്ടും. അപ്പോൾ അത് ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഈ ഭാഗം അത് നമ്മുടെ സീറ്റ് മിക്ക വണ്ടികളിലും ടാങ്ക് കവറും കാര്യങ്ങളും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ആ ഒരു ആവേശത്തിൽ നമ്മൾ ചെക്ക് ചെയ്യത്തില്ല, മിക്കവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും പെട്രോൾ ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് വരുമ്പോൾ നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു കേസ് കാണുന്നത്. നമ്മളിവിടെ ജസ്റ്റ് എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ക്യാഷ് നിങ്ങളുടെ. അപ്പം ഇവിടെ നമ്മൾ അകത്തി കറക്റ്റ് വാല്യുവേഷൻ നടത്തണം. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ട് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് അപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വരുന്നുണ്ട്. ഇത് കണ്ടോ? ഇപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ വണ്ടി ഇതിപ്പോൾ ഓക്കെയാണ്, ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ, കറക്റ്റ് ടാങ്ക് പക്കയാണ്. അപ്പോൾ അതുപോലെ മിക്ക വണ്ടികൾക്കും ഈ ഒരു ഇഷ്യൂ വരും. അത് ടാങ്കിൻ്റെ ഇഷ്യൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടാങ്കിലെ ബെൻഡുകൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കവർ ഇട്ടേക്കുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾ കവർ എന്തായാലും മേപ്പോട്ട് പൊക്കി നോക്കണം. ഇത് കണ്ടോ? ഇവിടെയൊക്കെ ബെൻഡുകൾ വരാം, ഇവിടെ ഈ മേളിൽ സെൻറ്ററിൽ ബെൻഡ് വരാം. കാരണം എന്താ തന്നെ ഇതൊരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റ് ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ വണ്ടയ്ക്ക് നമ്മൾ പലവട്ടം ഞാനും ചെയ്തിട്ടുണ്ട്, പലവട്ടം നമ്മൾ ഭാരമുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഇതിൻ്റെ വണ്ടയ്ക്കെല്ലാം നമുക്ക് ബെൻഡുണ്ടാവും. അപ്പോൾ അതൊരു കാര്യം. ടാങ്കിൻ്റെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഭാഗം നോക്കാം. നമുക്ക് യൂട്ടിലിറ്റി ബോക്സ് നമുക്ക് കുഴപ്പമില്ല, എൻജിൻ ഭാഗം നോക്കാം. മെയിനായിട്ട് എൻജിൻ ഭാഗം എന്ന് പറയുമ്പം എൻജിൻ ഭാഗത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പാക്കിങ്ങിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഓയിൽ ലീക്ക് ഉണ്ടോണം. ഇതൊരു പാക്കിംഗ് ആണ്. ഇവിടെ ഒരു പാക്കിങ് വരും, ഇവിടെ ഒരു പാക്കിങ് വരും, ഇവിടെ ഒരു പാക്കിങ് വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് കവർ പാക്കിങ്, പിന്നെ ഗിയർ ബോക്സ് സെൻട്രൽ പാക്കിങ്, ഇങ്ങനെ ഇത്രയും പാക്കിങ്ങാണ് നമുക്ക് വരുന്നത്. പാക്കിങ്ങിൻ്റെ ഭാഗവും ഓയിൽ സീലിൻ്റെ ഭാഗവും ഓയിൽ ലീക്ക് വരുന്നുണ്ടോ നോക്കണം. ഇത് കണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണെങ്കിൽ കിക്കറിൻ്റെ ഓയിൽ സീൽ, കിക്കർ ഷാഫ്റ്റിൻ്റെ ഇത് കണ്ടോ? ഇവിടെ നമുക്ക് ഇതൊരു വലിയ പൈസ വരുന്ന കാര്യമല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുമോ. ഈ കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഓയിൽ വരുന്നുണ്ടോ? അപ്പം ഈ ഒന്നിൽ മിക്ക വണ്ടികളിലും നമ്മൾ കറക്റ്റ് നോക്കണം. ചില വണ്ടികളിൽ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുകളൊക്കെ കാണും. നമ്മൾ ഇങ്ങനെ ചില വണ്ടികൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റെപ്പായിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ മെക്കാനിക്ക് മെയിൻ്റെനൻസ് ചെയ്യാത്ത വണ്ടിയായതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പായിട്ടൊക്കെ അവർ ഉളി വെച്ചിട്ട് അടിച്ചിട്ടൊക്കെ ഉള്ള പാട്. ഇപ്പം ഒരു 1 വീക്ക് മുമ്പ് എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ വണ്ടി ഇതുപോലെ എനിക്കൊരു അനുഭവം വന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയപ്പം ഫസ്റ്റ് ഈ കേസ് ഉണ്ടല്ലോ, ഈ ക്ലച്ച് കേസ് നമ്മൾ അഴിച്ച് ഫസ്റ്റ് നമ്മളിത് മാറി ഫുൾ എൻജിൻ വർക്കിന് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളിത് രണ്ടാമത് സെറ്റ് ചെയ്തു. ആദ്യം ഈ പഴയ ക്ലച്ച് കേസ് തന്നെ രണ്ടാമത് സെറ്റ് ചെയ്തപ്പോൾ വണ്ടിക്ക് ഭയങ്കര ഓയിൽ ലീക്ക്, എവിടെ നിന്നൊന്നും അറിയുന്നില്ല, ക്ലച്ചിൻ്റെ ഭാഗവും വിഷയമില്ല, നമ്മൾ ഓയിൽ സീൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാറിയതാണ്. അപ്പോൾ എന്ത് പറ്റി? ലാസ്റ്റ് ഞങ്ങൾ നോക്കിയപ്പോഴാണ് കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെ ഭാഗം ഗുളി വെച്ചിട്ട് അടിച്ച് ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഓയിൽ ലീക്ക്. നമ്മളിത് ശ്രദ്ധിക്കത്തില്ല. മിക്കപ്പോഴും ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഓട്ടമാണ്, ഓടിയൊരു കണ്ടീഷനിലാണ്. ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ വണ്ടി എന്ത് ചെയ്യാം, ചില ഡീലർമാരോ അല്ലെങ്കിൽ ചില ആൾക്കാരോ നമുക്കിങ്ങനെ പറഞ്ഞു തരും, എടാ ഇത്ര പൈസയേ ഉള്ളൂ, സ്പ്ലെൻഡറിന് സാധനം ചീപ്പാ, സ്ക്രാപ്പിൽ പോയാലും നമുക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ അല്ല പോനെ. വണ്ടി പണിഞ്ഞ് വരുമ്പം നല്ലൊരു ബഡ്ജറ്റാവും. ഇത് ആൾക്കാർക്ക് മിക്കവർക്കും അറിയത്തില്ല. ആൾക്കാർ പോയി എവിടുന്നേലും വണ്ടികൾ എടുത്തുകൊണ്ട് വരും. ആൾക്കാരങ്ങനെ പോയിട്ട് ഡീലർമാർ പറയും, ചിലപ്പോൾ ചില കൂട്ടുകാരന്മാർ ഗൈഡൻസ് കൊടുക്കും. അവന്മാർ ചിലപ്പോൾ 2 വർഷം മുമ്പായിരിക്കും വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്, പക്ഷെ അവന്മാർ ഗൈഡൻസ് കൊടുക്കും, അളിയാ നീ പോയി വണ്ടി എടുത്തോ, എൻ്റെ നല്ല മെക്കാനിക്കുണ്ട്, ഞാനങ്ങ് പണിഞ്ഞു തരാം, ഞാനങ്ങ് ഇറക്കിത്തരാം അളിയാ വണ്ടി. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഈ യൂറോവൻ്റെ സൈലൻസർ എല്ലാതും യൂറോവണ്ണാണ്. എല്ലാവരും പറയും യൂറോവൻ്റെ സൈലൻസറാണ്, എല്ലാം ഭയങ്കര സൗണ്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് കുറച്ച് സാധനങ്ങൾ ചെയ്യുന്ന ഡീലർമാർ, ഞാനവരെ കുറ്റമൊന്നും പറയാമല്ലോ, ഞാനിപ്പോൾ വലിയ ആളൊന്നും അല്ല, പക്ഷേ യൂറോ 1 സൈലൻസർ ഒറിജിനൽ ഹീറോ ഹോണ്ട കമ്പനി വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCL ബ്രാൻഡിൻ്റെ അതൊരു അവരിറക്കിയ സൈലൻസർ GCL ബ്രാൻഡ്. ഇപ്പോൾ HK എന്നൊക്കെ പറഞ്ഞും എൻഡ്യൂറൻസ് എന്നൊക്കെ പറഞ്ഞും കുറച്ച് ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. ഈ കോട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. അല്ലെങ്കിൽ യൂറോ 1 സൈലൻസറൊന്നും
ഇതിലൊന്നും കിട്ടത്തില്ല. ഇത് കണ്ടോ, ഈ കോട്ടിങ് കറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. പഴയ സൈലൻസറൊന്നും ഇത്രയ്ക്ക് ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല. അതൊരു പോയിൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് നമ്മൾ വാല്യുവേഷൻ നടത്തണം ഓരോ കാര്യങ്ങൾ.